ജോൺ വിക്കൊക്കെ കണ്ട് അതിലെ ആക്ഷൻ രംഗങ്ങൾ ഇഷ്ടപ്പെട്ടവരല്ല നമ്മൾ. എന്നാൽ ആദ്യം സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങിയ ബാറ്റിസ്റ്റ നായകനെന്ന കിടിലൊരു ആക്ഷൻ ചലച്ചിത്രം. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും അപകടകരമായ ഒരു ഹിറ്റ്മാൻ, അവന്റെ തലയ്ക്ക് അബദ്ധത്തിൽ ഇവൻ കൊട്ടേഷൻ കൊടുക്കുകയാണ്. ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊട്ടേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. കട്ട ആക്ഷനും വയലൻസ് ഒക്കെ നിറഞ്ഞൊരു പക്ക എന്റർടൈൻമെന്റ് മൂവിയാണ്. ഇത് മൂവി ഏതെന്നറിയാൻ വേണ്ടി ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞുതരാം. ഡേ 77 ഓഫ് 100 Days ഹണ്ടർ മൂവി സീരീസ്. ജോ ഫ്ലഡ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ഒരു ഹിറ്റ്മാൻ ഒരിക്കൽ തിരിച്ചറിയാണ് തനിക്കൊരു മാറാരോഗമാണ്, താൻ മരിക്കാൻ പോവുകയാണെന്ന്. വേദനിച്ച് മരിക്കുന്നേക്കാൾ ബെറ്റർ പോരാടി മരിക്കുന്നതെന്ന് കരുതിയിട്ട് തനിക്കെതിരെ താൻ തന്നെ കൊട്ടേഷൻ കൊടുക്കുന്നു. എന്താലേ, പിന്നീട് ഇയാളെ കൊല്ലാനായിട്ട് ലോകത്തിൽ തന്നെ പ്രശസ്തരായ കുറെ ആൾക്കാർ വരികയാണ്. പെട്ടെന്ന് തന്നെ ഇയാൾ തിരിച്ചറിയുന്നു ഇയാളുടെ റിപ്പോർട്ട് ഫേക്ക് ആയിരുന്നു, ഇയാൾ ഉടനൊന്നും മരിക്കാൻ പോകുന്നില്ലെന്ന്. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊട്ടേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ മൂവി പോകുന്നത് ബ്രൂട്ടലായിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സീൻസിലോട്ടാണ്. ഇടയ്ക്കൊക്കെ നമുക്കൊരു ജോൺ വിക്ക് വൈബ് കിട്ടും. ബാറ്റിസ്റ്റയുടെ സ്ക്രീൻ പ്രസൻസും ഡാർക്ക് ഹ്യൂമറും ഈ മൂവിയെ പക്ക എന്റർടൈൻമെന്റ് ആക്കുന്നുണ്ട്. ദ കില്ലേഴ്സ് ഗെയിം എന്നാണ് ഈ മൂവിയുടെ പേര്. ആക്ഷൻ മൂവി ലവേഴ്സ് ആണ് നിങ്ങൾ എങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ മൂവി കണ്ടിരിക്കുക. മൂവി ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമന്റ് ചെയ്യൂ, ഞാൻ DM ചെയ്ത് തരാം. അപ്പം നാളെ കാണാം. ബൈ.